ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്ക് അരീന. IPLുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ സാഹിൽ മൽഹോത്ര കുറച്ച് മുൻപ് റിപ്പോർട്ട് ചെയ്തത് ക്ലാസനുമായി ബന്ധപ്പെട്ടതായിരുന്നു. അതായത് SRH ക്ലാസനെ റിലീസ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സാഹിൽ മൽഹോത്ര മറ്റൊരു റിപ്പോർട്ട് കൂടി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. KL രാഹുൽ, സഞ്ജു സാംസൺ എന്നിവരുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. അതായത് രാഹുലിനെ സ്വന്തമാക്കാൻ തന്നെയാണ് ഇപ്പോൾ കൊൽക്കത്ത തീരുമാനിച്ചു കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ട്രേഡബിൾ ആയിട്ടുള്ള ഒരു അസറ്റ് നിലവിൽ കൊൽക്കത്തയുടെ ഭാഗത്ത് ഇല്ല. അതുകൊണ്ട് തന്നെ ഡൽഹി ക്യാപിറ്റൽസിന് ഈ ഒരു ട്രേഡിലുള്ള എക്സൈറ്റ്മെന്റ് കുറഞ്ഞു വരികയാണ് എന്നാണ് സാഹിൽ മൽഹോത്ര പറഞ്ഞിട്ടുള്ളത്. അതായത് രാഹുലിനെ വിട്ടുകിട്ടാൻ വേണ്ടി 3 ഓഫറുകളായിരുന്നു കൊൽക്കത്ത നൽകിയിരുന്നത്. ഒന്നാമത്തേത് സുനിൽ നരൈനെ കൈമാറാം എന്നായിരുന്നു. രണ്ടാമത്തേത് അൻഗ്രിഷ് രഘുവൻഷി, റിങ്കു സിംഗ് എന്നീ 2 താരങ്ങളെയും കൈമാറാം എന്നായിരുന്നു. ഇനി മൂന്നാമത്തേത് ഹർഷിത് റാണ, അൻഗ്രിഷ് രഘുവൻഷി എന്നിവരെ കൈമാറാം എന്നായിരുന്നു. എന്നാൽ ഈ 3 ഓഫറുകളും ഡൽഹി നിരസിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിലൊന്നും ഡൽഹിക്ക് ഇപ്പോൾ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ രാഹുലിന്റെ കൈമാറ്റം ഇപ്പോൾ സങ്കീർണമായിക്കൊണ്ട് തുടരുകയാണ്. ഇനി സഞ്ജുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാഹിൽ നൽകുന്ന അപ്ഡേറ്റ് എന്തെന്നാൽ സഞ്ജുവിനെ സ്വന്തമാക്കുന്നതിന്റെ തൊട്ടരികിൽ എത്താൻ ഇപ്പോൾ ഡൽഹിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതായത് സ്റ്റെപ്സിനെ തന്നെയാണ് അവർ കൈമാറുന്നത്. കൂടാതെ ഒരു അൺകാപ്ഡ് താരത്തെ കൂടി കൈമാറുന്നുണ്ട്. അങ്ങനെയാണ് ആ ഒരു ഡീൽ വരുന്നത്. സഞ്ജുവും രാഹുലും ഒരേ ടീമിൽ ഉള്ളത് അത്ര നല്ല രൂപത്തിലാവില്ല എന്നുള്ളത് ഡൽഹിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ രാഹുലിനെ കൊൽക്കത്തക്ക് കൈമാറാൻ ഡൽഹിക്ക് താല്പര്യമുണ്ട്. പക്ഷേ കൊൽക്കത്തയുടെ ഓഫറുകൾ ഒന്നും തന്നെ അവരെ തൃപ്തിപ്പെടുത്തുന്നില്ല എന്നാണ് സാഹിൽ മൽഹോത്ര പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതായത് സഞ്ജുവിന്റെ ഡീൽ അത് ഏറെക്കുറെ നടക്കും. പക്ഷേ രാഹുലിന്റെ ഡീൽ അതിപ്പോൾ സങ്കീർണമായി കൊണ്ട് തുടരുകയാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.